ഞാനൊരു വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു പരിഹാരത്തെപ്പറ്റി, അതായത് ഭൂസൂക്തം പുഷ്പാഞ്ജലിയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭൂസൂക്തം പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യാവുന്നതാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ഏതമ്പലങ്ങളിൽ വേണമെങ്കിലും, അവതാര ക്ഷേത്രങ്ങളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ ഏതമ്പലത്തിൽ വേണമെങ്കിലും ഈ പൂജകൾ നടത്താവുന്നതാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ അമ്പലത്തിൽ ചെന്ന് ഇതൊന്ന് പൂജ ചെയ്ത് തരാനായിട്ട് ചെന്ന് പറയുമ്പോൾ, ഭക്തജനങ്ങൾ ചെന്ന് പറയുമ്പം പല ആൾക്കാരും, ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പൂജ ഇവിടെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞ പൂജ, ആ സൂക്തം വേദത്തിനകത്തുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടാത്തവർ പഠിക്കേണ്ട. പക്ഷെ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ജോലി ചെയ്യുമ്പോൾ.